ഹായ് ഓൾ KTUവിൻ്റെ EE301 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ അതായത് 5th സെമിസ്റ്ററിലത്തെ ഫസ്റ്റ് പേപ്പർ അതിൻ്റെ മൊഡ്യൂൾ സെക്കൻഡിലത്തെ 4th ലെക്ചറാണ്. ഈ 4th ലെക്ചർ രണ്ടോ മൂന്നോ പാർട്ടായിട്ടാണ് ഞാൻ ഇടുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലരും എനിക്കൊരു സജഷൻ തന്നത് എന്താ വെച്ചാൽ ചില വീഡിയോസ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ 20 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പിക്സും അതിനനുസരിച്ച് കുറച്ചിട്ട് വീഡിയോസ് കൂട്ടിയിടാനാണ് പ്ലാൻ. ഓക്കെ, topics covered: introduction, that is performance of a transmission line, classification of overhead transmission lines, important terms, പിന്നെ performance of single phase transmission line. ഇത്രയാണ് ഇതിലുള്ളത്. So first, introduction of the performance of transmission line. നമ്മൾ ആദ്യം ഇതിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കാം. നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെ? ഇലക്ട്രിക്കൽ എനർജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന എൻഡിൽ നിന്ന് ഉണ്ടാവുന്ന വോൾട്ടേജ് ആയിരിക്കില്ല റിസീവ് ചെയ്യുന്ന എൻഡിൽ. ഡെഫിനറ്റ് ആയിട്ടും അവിടെ നിന്നുണ്ട് ലൈനിൽ ലോസസ് ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണ്? ഒന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പൊ ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാരണം കൊണ്ട് അവിടെ ലൈനിൽ ലോസസ് ഉണ്ടാവും. ഈ ലൈനിൽ ലോസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളുടെ ഇൻപുട്ട് കൊടുത്ത് അത്ര ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ത് ചെയ്യും? നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പിനുള്ള മെയിൻ റീസൺ ആരാണ്? റെസിസ്റ്റൻസ്. അതേപോലെ ഇൻഡക്റ്റൻസിന്റെ എഫക്റ്റും വരാം, കപ്പാസിറ്റൻസിന്റെ എഫക്റ്റും വരാം. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയാൻ പോകുന്നത്. The important consideration in the design and operation of transmission line are the determination of voltage drop, line losses and efficiency of the transmission. അപ്പോൾ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈനിന്റെ മെയിൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് ഡിറ്റർമിൻ ചെയ്യണം, ലൈൻ ലോസസ് എന്തായിരിക്കും, എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ എന്തായിരിക്കും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണം. These values are greatly influenced by the line constants R, L and C. What is R, L and C? That is ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിസൈനിനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? RLC എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ആൾക്കാർ. For instance, the voltage drop in the line depends upon the values of above 3 line constants. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് ഡെഫിനറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? ഈ RLC മെയിൻ ആയിട്ട് R ആയിരിക്കും. ഓക്കെ, എല്ലും സിയും അതിലൊരു ഫാക്ടറാണ്. Similarly, the resistance of transmission line conductors is the most important cause of power loss in the line and determines the transmission efficiency. We shall develop formulas by which we can calculate voltage regulation, line losses and efficiency of transmission line. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫോർമുലാസ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. എന്തിനാണ്? To calculate voltage regulation, line losses and efficiency of the transmission line. These formulas are important for two principal reasons. രണ്ട് റീസൺസിന് എന്താണ് ഈ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ, they provide an opportunity to understand the effects of parameters of the line on bus voltages and flow of the power. അപ്പോൾ ഫസ്റ്റില് നമുക്ക് എന്താ പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം അതിന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ഉണ്ട്. എന്തായിരിക്കും പാരാമീറ്റേഴ്സ് ലൈൻ ഓൺ ദ ബസ്സിലുള്ള വോൾട്ടേജ്, അതിന്റെ പവറിലൊക്കെ ഉള്ള, അതായത് ലൈൻ, നമ്മൾ ലൈൻസ് എന്താണ് ഒരു ബസ്സിനായിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ലൈൻ ബസ്സസ് നിങ്ങൾക്ക് അറിയണല്ലോ. ഓക്കെ, അപ്പൊ ആ ബസ്സിലോട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ പാരാമീറ്റേഴ്സ് കൊണ്ടുള്ള എഫക്ട് കാരണം കൊണ്ട് അവിടുത്തെ വോൾട്ടേജ്, അവിടുത്തെ ഫ്ലോ ഓഫ് പവർ എന്താണുള്ളത്. സെക്കൻഡ്ലി, ദ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് an overall understanding of what is occurring on electric power system. Next, classification of overhead transmission line. എങ്ങനെയാണ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ്? ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ? The transmission line has three constants R, L and C: resistance, inductance and capacitance, distributed uniformly along the whole length of the line. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രാൻസ്മിഷൻ ലൈനിൽ റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹോൾ ലെങ്ത് ഓഫ് ദ ലൈനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, റെസിസ്റ്റൻസും ഇൻഡക്ടൻസും എന്താണ്? സീരീസ് ഇംപെഡൻസ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ഷണ്ട് ആയിട്ട് ആക്ട് ചെയ്യും, പാരലൽ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ the capacitance effects introduce complications in transmission line calculation. capacitance effects കാരണം കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ട്രാൻസ്മിഷൻ ലൈനിനെ ഈ കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. There are three. There are short transmission line, medium transmission line and long transmission line. First one, short
ട്രാൻസ്മിഷൻ ലൈൻ. ഇതെങ്ങനെ വെച്ചാൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതേപോലെ അതിൽ വരുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. When the length of an overhead transmission line is up to about 50 kilometer, ഒരു 50 kilometer ഉള്ളൂ എന്നുണ്ടെങ്കിൽ and the line voltage is comparatively low, that is less than 20 kilovolt, it is usually considered as short transmission line. അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എങ്ങനെയായിരിക്കും വെച്ചാൽ അതിന്റെ ട്രാൻസ്മിഷൻ ലെങ്ത് ആയിരിക്കും 50 കിലോമീറ്റർ ആയിരിക്കും, ലൈൻ വോൾട്ടേജ് കമ്പാരിറ്റീവ്ലി 20 കിലോവോൾട്ടിനെക്കാളും കുറയും. Okay, due to smaller length and lower voltage, the capacitance effects are smaller. അപ്പോൾ smaller length ഉം lower voltage ആയതുകൊണ്ട് തന്നെ capacitance effect എന്തായിരിക്കും കുറവായിരിക്കും. Hence, it can be neglected. Therefore, while studying the performance of a short transmission line, only resistance and inductance of the line are considered. Next, medium transmission line. അപ്പോൾ ഈ 50 കിലോമീറ്ററിന് എബോവിലോട്ട് വരും, അതിനൊരു കട്ട് ഓഫ് ഉണ്ടാവും. Okay, അതെന്തായിരിക്കും? And the length of an overhead transmission line is about 50 to 150 kilometer and the line voltage is moderately high, that is in between 20 kilowatt to 100 kilowatt. It is considered as a medium transmission line. Okay, അപ്പോൾ 50 to 150 kilometer ഉള്ളതിനെ medium transmission line എന്ന് പറയും. 20 kilowatt തൊട്ടിട്ട് 100 kilovolt വരെ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? അത് രണ്ടും ആണ് ഇതിന്റെ നമ്മൾ എന്താണ് എന്നുള്ള മീഡിയം ട്രാൻസ്മിഷൻ ലൈനിനുള്ള ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Due to sufficient length and voltage of the line, the capacitance effects are considered. For purpose of calculation, the distributed capacitance of the line is divided and lumped in the form of condensers shunted across the line of the. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ കുറെ പോയിന്റ്സിൽ നമ്മൾ പാരലൽ ആയിട്ട് പല സ്ഥലത്ത് എന്ത് ചെയ്യും കപ്പാസിറ്റേഴ്സ് കൺസിഡർ ചെയ്യും. Next one, long transmission line. When the length of an overhead transmission line is more than 150 kilometer and the line voltage is very high, that is 100 kilovolt in the മേലെ, it is considered as a long transmission line. For the treatment of such a line, the line constants are considered uniformly distributed over the whole length of the line and rigorous methods are employed for the solution. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് വെച്ചാൽ ഈ പറയുന്ന 3 ലൈൻ കോൺസ്റ്റൻസും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും. കാരണം 150 കിലോമീറ്റർ ആണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ rigorous methods are employed for the solution. Next is some important terms. അതായത് ഈ പെർഫോമൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈന് പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് വോൾട്ടേജ് റെഗുലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. സോ ഫസ്റ്റ് വൺ വോൾട്ടേജ് റെഗുലേഷൻ. What is voltage regulation? When a transmission line is carrying current, there is a voltage drop in the line due to resistance and inductance of the line. The result is that receiving end voltage, it is termed as VR of the line, is generally less than the sending end voltage VS. Therefore, the difference, that is VS minus VR, is known as voltage drop and in the line is expressed as a percentage of receiving end voltage VR and is called voltage regulation. ഒന്നുമില്ല, നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈന് കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിനുള്ള റീസൺ ആരൊക്കെയാണ്? റെസിസ്റ്റൻസും ഇൻഡക്ടൻസും. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എന്തായിരിക്കും വെച്ചാല് റിസീവിങ് എൻഡ് വോൾട്ടേജില് സെൻഡിങ് എൻഡിനെക്കാട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ വി എസ് ആൻഡ് വി ആർ, അതായത് സെൻഡിങ് എൻഡും വി ആറും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഒരു പെർസെന്റേജിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? വോൾട്ടേജ് റെഗുലേഷൻ. The difference in voltage at the receiving end of a transmission line between conditions of no load and full load is called voltage regulation and is expressed as a percentage of the receiving end voltage. ഈ വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ പെർസെന്റേജ് ഓഫ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോ ലോഡ് കണ്ടീഷനിൽ സെൻഡിങ് എൻഡും റിസീവിംഗ് എൻഡും എന്തായിരിക്കും? സെയിം വോൾട്ടേജ് ആയിരിക്കും. കാരണം അവിടെ കറണ്ട് തീരില്ല, അപ്പൊ അവിടെ ലോസസ് ഇല്ല. ഫുൾ ലോഡിലാണെങ്കിൽ ഫുൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഐ സ്ക്വയർ ആർ ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് കോപ്പർ ലോസ് കാണാറുണ്ടല്ലോ, അതേപോലെ ഒരു ലോസ് ഇവിടെ ഉണ്ടാവില്ലേ? അപ്പൊ അവിടെ ലോസസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. At no load, there is no drop in the line, so that no load, that is VR is equal to VS. അപ്പൊ നോ ലോഡില് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? VR, അതായത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെൻഡിങ് എൻഡ് വോൾട്ടേജ്. However, at full load, there is a voltage drop in the line, so that the receiving end voltage is VR. അപ്പോ സെൻഡിങ് എൻഡ് വോൾട്ടേജിനെക്കാട്ടും മാറ്റം വരും എപ്പോ? ഫുൾ ലോഡിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, കറണ്ട് പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക?
IR എന്നുള്ള ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇനി നേരത്തെ ഞാൻ I2R ലോസ് എന്ന് പറഞ്ഞ കോപ്പർ ലോസ് നമ്മൾ ഓരോന്നിലും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ വേണ്ടാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഡിപെൻഡിങ് വിത്ത് റെസ്പെക്ട് ടു റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് IR. Okay, therefore difference in voltage at a receiving end between no load and full load is equal to Vs minus VR. Mathematically, percentage voltage regulation is Vs minus VR by VR into 100. Obviously, it is desirable that voltage regulation of a transmission line should be low. അതായത് വോൾട്ടേജ് റെഗുലേഷൻ എന്തായാലും എന്തായിരിക്കും, കുറവായിരിക്കണം. കാര്യം ഈ ഡിഫറൻസ് കുറയാറുണ്ട്. അത് കൂടുതലാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്, നമ്മളെ റിസീവിങ് എൻഡ് വോൾട്ടേജിലും വ്യത്യാസം നല്ല വരും. കാരണം എന്താ വെച്ചാല് കറണ്ട് ഡ്രോപ്പ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കറണ്ട് പോയിട്ട് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ വോൾട്ടേജ് റെഗുലേഷൻ കൂടും. അത് കൂടാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ലോ. Then transmission efficiency. What is transmission efficiency? The power obtained at the receiving end of a transmission line is generally less than the sending end power due to the losses in the line resistance. നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഡ്രോപ്പ് കാരണം കൊണ്ട് റിസീവിംഗ് എൻഡിലുള്ള വോൾട്ടേജ് കുറയുന്നു. ഡെഫിനറ്റ്ലി അപ്പൊ എന്താണ്, പവർ അവിടെ എന്ത് ചെയ്യും, കുറയും. The ratio of receiving end power to the sending end power of a transmission line is known as a transmission efficiency. അപ്പൊ നമ്മൾ പറയില്ലേ, എന്താണ് പറയാ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയാറില്ലേ എഫിഷ്യൻസി, അത് തന്നെയാണ് ഇവിടെ. കാരണം ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവിംഗ് എൻഡ് പവർ ആണ്. ഇൻപുട്ട് എന്താണ്, സെൻഡിങ് എൻഡ് പവർ ആണ്. Therefore it will be percentage transmission efficiency eta T is receiving end power divided by sending end power into 100, since it is expressing in percentage. ഇത് പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ into 100 ചെയ്യണം. അപ്പൊ റിസീവിംഗ് എൻഡ് പവർ എന്താണ്, ആക്റ്റീവ് പവർ VI cos phi അല്ലേ, ദാറ്റ് ഈസ് VR IR cos phi R. അതുപോലെ സെൻഡിങ് എൻഡ് പവർ എന്താണ്, VSIS cos phi S, where VR IR cos phi R are the receiving end voltage, current and power factor, while VS IS and cos phi S are the corresponding values at the sending end. Next, performance of a single phase short transmission lines. നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ നേരത്തെ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ നോക്കില്ല. കാരണം അത് വളരെ ചെറുതായതുകൊണ്ട് വി ക്യാൻ നെഗ്ലക്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ ഏതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഞാൻ ഇപ്പോൾ കാണിക്കും. അതേപോലെ ടോട്ടൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ലംബ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതി. എന്താണ്, ലൈൻ കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്ത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആയതുകൊണ്ട്. അതുപോലെ ഇവിടുത്തെ പെർഫോമൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിലോട്ട് എടുത്തത്. ഇതാണ് നമ്മളുടെ ഫിഗർ. ഓക്കെ, ഇതിൽ എന്ത് ചെയ്തു വെച്ചാൽ ഈ പറയുന്ന റെസിസ്റ്റൻസിനെയും ഇൻഡക്റ്റൻസിനെയും നമ്മൾ എന്തായിട്ട് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ലംബ്ഡ് ആയിട്ട് എടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം. അപ്പോൾ ഇതിന് ഈ സർക്യൂട്ട് എന്താണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു AC സീരീസ് സർക്യൂട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ കുറച്ച് ടേംസൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അസ്യൂം ചെയ്യാൻ പറ്റും. I = ലോഡ് കറണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. ദെൻ ആറിന് എന്ത് പറയാം, ലൂപ്പ് റെസിസ്റ്റൻസ് പറയാം. എക്സിലിനെ ലൂപ്പ് റിയാക്റ്റൻസ് പറയാം. VR എന്ന് പറഞ്ഞാൽ റിസീവിങ് എൻഡ് വോൾട്ടേജ്, ഇതാണ് VR. അതുപോലെ cos phi R ഈസ് നത്തിങ് ബട്ട് റിസീവിങ് എൻഡ് പവർ ഫാക്ടർ. ഇവിടെ ഇൻഡക്റ്റീവ് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് അതിന് ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയാം. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആണ്. cos phi S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൻഡിങ് എൻഡ് പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫേസർ ഡയഗ്രാം ഓഫ് ദ ലൈൻ ഫോർ ലാഗിങ് ലോഡ് പവർ ഫാക്ടറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനുള്ള ഫേസർ ഡയഗ്രാം ആണ് ഈ ലൈനിൻ്റെ ഫേസർ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ ODC എന്നുള്ള ട്രയാങ്കിളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ODC എന്നുള്ള ട്രയാങ്കിൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, OE അതായത് I എന്നുള്ള കറണ്ടിനെ നമ്മൾ എന്താക്കിയിട്ട് എടുക്കുകയാണ്, റെഫറൻസ് ആയിട്ടുള്ള പിന്നെ ഫേസറായിട്ടാണ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ OA റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ റിസീവിങ് എൻഡ് വോൾട്ടേജ് VR ആണ്. അപ്പോൾ ഈ കറൻറ്റും ഈ വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിളാണ് ∅R. ഓക്കെ, അതായത് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് I ആൻഡ് റിസീവിങ് എൻഡ് വോൾട്ടേജ്.
ഓക്കെ, അതിൽ നിങ്ങൾക്കറിയാം ഒരു ലാഗിങ് പവർ ഫാക്ടറിൽ എപ്പോഴും എന്താണ് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ കറണ്ട് വി ആറിനെ ലാഗ് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതർ വേർഡ്സിൽ നമുക്ക് എന്ത് പറയാം, വി ആർ ലീഡ്സ് ഫൈ ആർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, അടുത്തത് എന്താണ് എ ബി. ഈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇൻ ഫേസ് ആയിരിക്കും. കറണ്ടിൻ്റെ ആകുമ്പോൾ ഇൻ ഫേസ് ആയിരിക്കും, അല്ല റെസിസ്റ്റൻസ് കൂടെ കറണ്ട് പോകുമ്പോൾ അവിടെ ഫേസർ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ വി ആറിൻ്റെ അവിടെ നിന്നിട്ട് കൊടുത്തു. അപ്പോൾ ഈ വി ആർ പ്ലസ് ഐ ആർ, പിന്നെന്താണ് ഐഡിയൽ കേസിൽ എക്സലിന് അക്രോസ് എന്താണ് 90 ഡിഗ്രി എന്ത് ചെയ്യും, ഫേസ് ഷിഫ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, ഐ എക്സ് എൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഐ എക്സ് എൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടറാണ് എന്ത്, വി എസ്. അങ്ങനെയാണ് ഈ ഫേസർ ഡയഗ്രാം വെക്കുന്നത്. ദെർഫോർ phi s is the angle between I and Vs. This I and Vs. Okay. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം current lags behind the voltage Vs, sending end voltage Vs by phi s, or Vs leads the current by angle phi s. Okay. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ഡെറിവേഷൻ നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഫേസർ ഡയഗ്രത്തിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷനാണ് വെച്ചിരിക്കുന്നത്. കറണ്ട് I represents the reference vector. Okay. Or taken as the current I is taken as the reference vector. OA represents receiving end voltage, that is VR, leading I by phi r, or we can say that current lags behind the voltage by angle phi r. AB are and this is AB. It is the drop in the IR. Okay, drop in the resistance, and it is IR drop, voltage drop IR in phase with I. Then BC, that is inductive drop, that is IXL, current leads by 90 degree, and OC is the sending end voltage VS leads current I by angle phi s, or we can say that current lags behind the VS by phi s. Now we are going to apply Pythagoras theorem here. From right angle ODC, we know that OC square is equal to OD square plus DC square. This is OD square and DC square. Therefore, what is OC square? It is VS square is equal to, what is OD? ഇവിടെ നോക്കി നിങ്ങൾ OD എന്താണ് OD പറയുന്നത്? OD is nothing but OE plus ED, right? അപ്പോൾ ഈ ഇഡിനെ സെയിം ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ ബിയുടെ എഴുതാം, IR എഴുതാം. ഓക്കെ, അതേപോലെ ഡി സിനെ നമുക്ക് എന്ത് എഴുതാം, DB ആയിട്ടും എഴുതാം, BC ആയിട്ടും എഴുതാം. അപ്പോൾ ഇവിടെ OE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VR കോസ് ഫൈ ആർ ആയിരിക്കും. ഇവിടെ അതേപോലെ BD പറഞ്ഞാൽ എന്തായിരിക്കും, BD ഈസ് നത്തിങ് ബട്ട്, അല്ലെങ്കിൽ DB ഈസ് നത്തിങ് ബട്ട് VR sin phi r. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. Therefore VS square is equal to, ഈ സാധനങ്ങൾ നമ്മൾ എഴുതി, ഇതിൽ ODനെ പകരം എന്ത് എഴുതി, OE plus ED എന്ന് എഴുതി, DCനെ എന്ത് എഴുതി, DB plus BC എന്ന് എഴുതി. വേർ OE is nothing but എന്താണ്, VR cos phi r, and ED is nothing but IR എഴുതി. ഓക്കെ, അപ്പോൾ അത് ഹോൾ സ്ക്വയർ പ്ലസ് DBനെ എന്ത് എഴുതി, DB is nothing but VR, DB എന്ന് പറഞ്ഞാൽ എന്താണ്, VR sin phi r ആണ്, പ്ലസ് IXL. നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ ബേസിക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ VS എന്ന് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് VR കോസ് ഫൈ ആർ പ്ലസ് IR ഹോൾ സ്ക്വയർ പ്ലസ് VR സൈൻ ഫൈ ആർ പ്ലസ് IXL ഹോൾ സ്ക്വയർ. നൗ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഞാനൊക്കെ എഴുതി ടൈം ലാഭിക്കാൻ വേണ്ടി. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്താണ്, VS മൈനസ് VR ബൈ VR ഇൻറ്റു 100. ഇനി സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ എന്താണ്, ഇറ്റ് ഈസ് കോസ് ഫൈ എസ്. വാട്ട് ഈസ് കോസ് ഫൈ എസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് OD by OC, that is VR OD എന്താണ്, OE plus ED ആണ്. അപ്പോൾ എന്താണ്, VR IR cos phi r plus IR divided by VS. പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, VR IR cos phi r. ലൈൻ ലോസസ് എന്ന് പറഞ്ഞാൽ I സ്ക്വയർ ആണ്. അപ്പോൾ പവർ ഡെലിവേർഡ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ പവർ സെൻഡ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ എന്താണ്, VR IR cos phi r പ്ലസ് ലോസസ്, ദാറ്റ് ഈസ് I സ്ക്വയർ. ദെർഫോർ നമ്മൾ എന്താ കാണാൻ പോകുന്നത്, പെർസെൻറ്റേജ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്, പവർ ഡെലിവേർഡ് ഡിവൈഡഡ് ബൈ പവർ സെൻഡ് ഔട്ട് ഇൻറ്റു 100, ദാറ്റ് ഈസ് VR IR cos phi r divided by VR IR cos phi r plus I square r into 100. Now നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ ഈ സെൻഡിങ് ആൻഡ് വോൾട്ടേജ്
വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പെർപെൻഡിക്കുലർ ഫ്രം ബി ടു സി എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എ ചെന്നിട്ട് മുട്ടേണ്ട സ്ഥലം നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനൊരു ഫിഗറിലോട്ട് നമ്മളെത്തും. ഇവിടെ ഒ സി എന്ന് പറയുന്നത് ഒ സി ഈസ് നിയർലി ഈക്വൽ ടു ഒ എഫ് എന്നുള്ള കണ്ടീഷനിലോട്ട് വരും. ഇതൊരു അപ്രോക്സിമേഷന് വേണ്ടിയിട്ട് ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഒ സി ഈസ് ഈക്വൽ ടു ഒ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ഒ എ പ്ലസ് എ എഫ്. ഈ എ എഫിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എ ജി ആൻഡ് ജി എഫ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജി എഫ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബി എച്ച് ആണ്. അതുകൊണ്ട് നമ്മളവിടെ ബി എച്ച് ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഒ എ എന്താണ് ശരിക്കും, നമുക്ക് വി എസിനുള്ള സെൻഡിങ് ആൻഡ് വോൾട്ടേജിനുള്ള ഒരു കുറച്ചും കൂടി റെഡ്യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്, വി ആർ പ്ലസ് എ ജി എന്താണ് വരിക, എ ജി എന്താ വരിക, ഇതെന്താണ് ഫൈ ആർ ആണ് അല്ലേ. therefore we can say that IR cos phi r. then ഇവിടുന്ന് ജി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ബി എച്ച് എന്താണ്, ഇവിടെ ഫൈ ആർ ആണ്. അപ്പോൾ എന്താണ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ വരും. അപ്പോൾ ഇതൊരു സെൻഡിങ് ആൻഡ് വോൾട്ടേജിനുള്ള അപ്രോക്സിമേറ്റ് എക്സ്പ്രഷനാണ്. നൗ വി ആർ മൂവിങ് ടു സൊല്യൂഷൻ ഇൻ കോംപ്ലക്സ് നൊട്ടേഷൻ. നൗ സൊല്യൂഷൻ ഇൻ കോംപ്ലക്സ് നൊട്ടേഷൻ. കോംപ്ലക്സ് നൊട്ടേഷനിൽ നമ്മൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഫിഗർ നമ്മളൊന്നും കൂടി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വി ആറിനെ നമ്മൾ എന്ത് ചെയ്തു, റെഫറൻസ് വെക്ടറായിട്ട് എടുത്തു. വി ആറിനെ റെഫറൻസ് വെക്ടറായിട്ട് എടുത്തു. ഓക്കെ, വി എസിന് എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ അത് ഒന്നും കൂടി ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ചെന്നുള്ളൂ. വി എസ് ഈസ് ദ എന്ത് ഫേസർ സം, വി എസ് ഈസ് ദ ഫേസർ സം ഓഫ് വി ആർ ആൻഡ് ഐ ഇസഡ്, വെക്ടർ ഐ ഇസഡ് ഒക്കെ ഞാൻ പറയണതൊക്കെ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ വെക്ടർ വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ പ്ലസ് ജെ സീറോ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഈസ് നത്തിങ് ബട്ട് ഐ വെക്ടർ ഐ ആംഗിൾ മൈനസ് ഫൈ ആർ. വെക്ടർ ഐ ആംഗിൾ മൈനസ് ഫൈ ആർ നമുക്ക് എങ്ങനെ എഴുതാം, ഐ കോസ് ഫൈ ആർ മൈനസ് ജെ സൈൻ ഫൈ ആർ എന്ന് എഴുതാം. ഇംപെഡൻസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ജെ എക്സിലാണ്. വെക്ടർ വി എസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ വെക്ടർ വി എസ് എന്താണ്, വെക്ടർ വി എസ് ഈസ് നത്തിങ് ബട്ട് വെക്ടർ വി ആർ പ്ലസ് വെക്ടർ ഐ ഇസഡ്. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ വാല്യൂസ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വി ആറിന് വി ആർ പ്ലസ് ജെ സീറോ എടുത്തു. ഐ വെക്ടർ ഐക്ക് നമ്മളവിടെ പറഞ്ഞു ഐ ഇൻറ്റു കോസ് ഫൈ ആർ മൈനസ് ജെ സൈൻ ഫൈ ആർ. ഇസഡ് ആണ് ആർ പ്ലസ് ജെ എക്സ് എൽ. അപ്പോൾ ഇതിനെന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും വെച്ചാൽ നമ്മൾ ജെ ടേമിനെ ഒരു ഇതും ബാക്കിയുള്ളതിനെ ഒരു ടേമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ വി ആർ പ്ലസ് ഐ കോസ് ഫൈ ആർ, അപ്പോൾ ഐ കോസ് ഫൈ ആർ ഇൻറ്റു ആർ, ഐ ആർ കോസ് ഫൈ ആർ. പിന്നെ ഇതിൽ നമുക്ക് ഏതാണ് വരുന്നത്, ഈ എക്സ് എല്ലിൻ്റെ. അപ്പോൾ എന്താണ് ഐ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ മൈനസ് ജെയും പ്ലസ് ജെയും വന്നു. അവിടെ എന്തായി സൈൻ ഫൈ ആർ. ഇനി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഐ ജെ ഇൻറ്റു എക്സ് എല്ലിൻ്റെ ടേം വെച്ചിട്ട് ജെ ഇൻറ്റു എക്സ് എൽ ഇൻറ്റു കോസ് ഫൈ ആർ. പിന്നെന്താണ് ജെയും പ്ലസും മൈനസും വന്നപ്പോൾ ഇവിടെ മൈനസായി. നേരത്തെ ഇത് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ പിന്നെ എന്തായിരുന്നു വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കി കാണാം, ഈ ഇവിടെ എന്തായിരുന്നു മൈനസ് ജെ സൈൻ ഫൈ ആർ ഇൻറ്റു ഓക്കെ ഇവിടെ എന്ത് വന്നു പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഇൻറ്റു മൈനസ്. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ആ ഒരു പോപ്പപ്പ് ചെയ്ത് വന്നപ്പോഴേ ആ കണ്ടിന്യൂറ്റി പോയതാണ്. എനിവേ വി എസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എന്താണ് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി. therefore second term under this റൂട്ട്, അതായത് ഈ റൂട്ടിൻ്റെ അടിയിലുള്ള ഈ സെക്കൻഡ് ടേം എന്താണ് വളരെ മിനിമം ക്വാണ്ടിറ്റി ആണ്, വളരെ സ്മോൾ എമൗണ്ട് ആണ്. അതുകൊണ്ട് അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. therefore approximate expression for vs becomes എന്താണ് vs is equal to vr plus ir cos phi r plus ixl sin phi r. ഇത് തന്നെയാണ് നേരത്തെ എന്തായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളുടെ ഇത് വെച്ചിട്ടുള്ള എങ്ങനെ സൊല്യൂഷൻ കോംപ്ലക്സ് നൊട്ടേഷനിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞാണ്. നൗ the following points may be noted. 1. The approximate formula for Vs is Vr plus Ir cos phi r plus Ixl sin phi r. ഈ എഴുതിയ സാധനം.
gives fairly correct results for lagging power factor. Lagging power factor correct ആയിരിക്കും. However, appreciable error is caused for leading power factor. But leading power factor ചെറിയൊരു ഇതുണ്ടാവും, എന്താ പറയുക, എറർ ഉണ്ടാകാം. Therefore, approximate expression for Vs should be used for lagging power factor only. അപ്പോൾ അങ്ങനെ എറർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ലാഗിങ് പവർ ഫാക്ടർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത് യൂസ് ചെയ്യുള്ളൂ. ദ സൊല്യൂഷൻ ഇൻ കോംപ്ലക്സ് നൊട്ടേഷൻ ഈസ് ഇൻ മോർ പ്രസൻറ്റബിൾ ഫോർ. ഈ കോംപ്ലക്സ് നൊട്ടേഷനിലുള്ള എന്താണ്, മോർ പ്രസൻറ്റബിൾ ഫോം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. അടുത്ത ടോപ്പിക്ക് അടുത്ത ഇതിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.